സംസ്ഥാനം കാത്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആനുകൂല്യമായിട്ടുള്ള ക്ഷേമ പെൻഷന്റെ വിതരണത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ കൂടി വരുന്നുണ്ട്. നമുക്ക് വിശേഷ ദിവസങ്ങൾ പ്രമാണിച്ച് കൂടുതൽ ആനുകൂല്യങ്ങൾ വരികയാണ്. അതോടൊപ്പം തന്നെ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുക കൂടി ചെയ്യുമ്പോൾ കൂടുതൽ ധനസഹായങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഏറ്റവും ശുഭകരമായിട്ടുള്ള കുറച്ച് അറിയിപ്പുകൾ കൂടി വരുന്നു. പ്രത്യേകിച്ച് 3 ഗഡുക്കളൊക്കെ ആയിരിക്കും ഈ ഒരു സമയത്ത് നമുക്ക് എത്തിച്ചേരുക. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിട്ട് 4800 രൂപയോളമായിരിക്കും സാധാരണക്കാരുടെ കൈവശം സർക്കാർ നൽകുന്നത്. ബാങ്ക് അക്കൗണ്ടിലേക്കും തുക എത്തിച്ചേരും. അതോടൊപ്പം തന്നെ കൈകളിലേക്കും ആനുകൂല്യത്തിൻ്റെ വിതരണം ഉണ്ടായിരിക്കും. 62 ലക്ഷം വരുന്ന ആളുകൾക്കും ഒരു തടസ്സവും കൂടാതെ ഈ ആനുകൂല്യത്തിൻ്റെ വിതരണം ഉണ്ടാകും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രധാന അറിയിപ്പുകളെല്ലാം വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ്. എല്ലാവരിലേക്കും ഈ അറിയിപ്പ് എത്തിക്കുക. ഇതുപോലുള്ള വിവിധ സർക്കാർ പൊതു പദ്ധതി അറിയിപ്പുകളെല്ലാം മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതോടൊപ്പം തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക. സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന 55 ലക്ഷത്തോളം വരുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്ന ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾ, ഇവർക്കെല്ലാമായിട്ട് എത്തിച്ചേരുന്നത് വലിയൊരു സഹായം തന്നെയാണ്. മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ അടുത്തയാഴ്ചയോടെ ആരംഭിക്കും. 1600 രൂപ ഒരു ഗഡു സാധാരണ രീതിയിൽ നമുക്ക് ലഭിക്കുന്ന ഒരു മാസത്തെ തുക തന്നെയായിരിക്കും എത്തിച്ചേരുക. തൊട്ടടുത്ത മാസം ഏപ്രിൽ മാസം വിതരണം കൂടി നേരത്തെയാണ്. ഈസ്റ്റർ, വിഷു, റംസാൻ പോലുള്ള വിശേഷ ദിവസങ്ങൾ കൂടി വരികയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഏപ്രിൽ മാസത്തിൻ്റെ പകുതിയോടെ തന്നെ വിതരണം ഉണ്ടാവുകയും ചെയ്യും. അതുമാത്രമല്ല, പുതിയ സാമ്പത്തിക വർഷം കൂടി ആയതിനാൽ സർക്കാർ മുൻപ് പറഞ്ഞതുപോലെ തന്നെ കുടിശ്ശികയുടെ ഗഡുക്കൾ കൂടി വിതരണം ആ സമയത്ത് ആരംഭിക്കും. കുടിശ്ശിക പൂർണ്ണമായിട്ട് നൽകി തീർക്കുകയല്ല, അതിൽ ഒരു ഗഡുവായിരിക്കും വിതരണം ചെയ്യുക. അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസം ലഭിക്കേണ്ടതായിട്ടുള്ള സാധാരണ വിഹിതമുണ്ട്. അങ്ങനെ 2 ഗഡുക്കളോളമായിരിക്കും ഈ ഏപ്രിൽ മാസം ലഭിക്കുക. അങ്ങനെയാണ് നമുക്ക് മൊത്തത്തിൽ 4800 രൂപയോളം ഈ 2 മാസങ്ങളിൽ ലഭിക്കുന്നത്. മുൻപ് കഴിഞ്ഞ ഓണക്കാലത്തും ഇതേ രീതിയിൽ ഒരു വിതരണം ഉണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെയായിരിക്കും ഈ പ്രാവശ്യവും വിതരണം ഉണ്ടാകുന്നത്. അതുമാത്രമല്ല, സംസ്ഥാനം കാത്തിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്കും ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിനു മുൻപ് തന്നെ എല്ലാ ആനുകൂല്യങ്ങളും നൽകുമെന്ന് തന്നെയാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല, ആളുകൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ വിവിധ ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് ആനുകൂല്യത്തിൻ്റെ നിരക്ക് വർദ്ധിപ്പിക്കുമെന്നുള്ള പ്രധാന അറിയിപ്പും ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നടത്തിയിട്ടുണ്ട്. വിവിധ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് ആനുകൂല്യം നൽകുന്നതോടൊപ്പം തന്നെ ചില ക്ഷേമനിധി ബോർഡുകളിൽ കുടിശ്ശിക കൂടി ആനുകൂല്യം വന്നിട്ടുണ്ട്. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡൊക്കെ ആണെങ്കിൽ 14 മാസത്തോളം വരുന്ന കുടിശ്ശിക. അപ്പോൾ ഈ ആനുകൂല്യമെല്ലാം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നൽകുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളൊക്കെ തന്നെയാണ് ഈ സമയത്ത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നൽകുന്നത്. പെൻഷൻ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് 62 ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾക്കാണ്. അത്രയും ആളുകൾക്ക് തന്നെ വീണ്ടും വിതരണം ഉണ്ടായിരിക്കും. മറ്റ് ക്രമീകരണങ്ങൾ, അതായത് എന്തെങ്കിലുമൊക്കെ സമർപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് മസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അതിൻ്റെ ഒന്നും സമയം ഇപ്പോഴായിട്ടില്ല. അതുകൊണ്ട് തന്നെ മുൻപ് ലഭിച്ചിരുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും ഈ ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ ലഭിക്കുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് നൽകിയിരുന്നു. 8 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കാണ് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്ന് പറയുന്ന സ്കീമിലാണ് അവർ ചേർക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് അവർക്ക് 200, 300, 500 എന്നിങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ സഹായമായിട്ട് ലഭിക്കുന്നത്. അങ്ങനെയാണ് അവർക്ക് മൊത്തത്തിൽ 1600 എത്തിച്ചേരുക. അതുകൊണ്ട് തന്നെ ഇതിൽ ചിലർക്ക് ആധാർ അപ്ഡേഷൻ ചെയ്യാത്തത് മൂലം അക്കൗണ്ടിലേക്ക് തുക എത്താതെ വരുന്നുണ്ട്. അതായത് ആധാറിൻ്റെ കൃത്യമായിട്ടുള്ളൊരു അപ്ഡേഷൻ അത് പഞ്ചായത്തിൽ ഏൽപ്പിക്കുകയോ അവിടുന്ന് അത് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിലേക്ക് അപ്ഡേഷൻ ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് മൂലമൊക്കെ ആനുകൂല്യം തടസ്സപ്പെടുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ വിവരങ്ങൾ കൃത്യമായിട്ട് പഞ്ചായത്തിൽ നിന്നും അറിയിക്കും. അത് നമ്മളെ ഫോൺ വഴി അറിയിക്കും, അല്ലെങ്കിൽ നേരിട്ട് വാർഡ് മെമ്പറോ കൗൺസിലറോ അറിയിക്കും. അങ്ങനെയുള്ളവർ മാത്രം ആധാരമൊക്കെ ആയിട്ട് പോയി കൃത്യമായിട്ട് അതൊന്ന് അപ്ഡേഷൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. അല്ലാത്ത എല്ലാ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം കൃത്യമായിട്ട് വിതരണം ചെയ്യുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക. ഈ അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.